പിശാച് ദൈവത്തോട് ആവശ്യപ്പെട്ട സകലം ഒന്നാമത്തേത് സാമ്പത്തിക തകർച്ച കൊടുക്കാനാണ്. ജോബിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഗ്രാമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് സാമ്പത്തിക ഭദ്രതയാണ്. അവിടെ പിശാച് കയറി പിടിച്ച് അവന്റെ സമ്പത്തിന് മേൽ കൈവയ്ക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ജോബിന്റെ ഒന്നാമത്തെ സ്വപ്നം പണമാണ്. ഈ ലോകത്ത് ഏത് മനുഷ്യന്റെയും ഒന്നാമത്തെ സ്വപ്നം പണമാണ്. അല്ലേ? ഹലോ, പണം ഒന്നാമത്തെ സ്വപ്നം. കുറെ പണം ഉണ്ടാക്കണ്ടേ, ജീവിക്കണ്ടേ? അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സുന്ദരനായിട്ട് വന്നിരിക്കൊണ്ട് ചിരിച്ചെല്ലാവരും അവസ്ഥയാക്കി പറഞ്ഞു, എടാ നീ ഓപ്പറേറ്റ്, എനിക്ക് പൈസക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ്, ചുമ്മാ ഓപ്പറേറ്റ് ചെയ്യും. അതാണ് അച്ഛൻ പറഞ്ഞു. സമ്മതിച്ചു. ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഒന്നാമത്തെ സ്വപ്നം പണമാണ്. കുറെ പണം ഉണ്ടാക്കണം, ശ്രമിക്കണം. അതുകൊണ്ടല്ലേ ഇന്ന് മക്കളൊക്കെ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലേക്ക് പൊക്ക US-ലേക്ക്, പൊക്ക കാനഡയ്ക്ക്, പൊക്ക UK-ലേക്ക്, പൊക്ക എവിടെയൊക്കെ ഇപ്പൊ ജർമ്മനിയാണ്. ഇവിടെയും വിടുന്നുണ്ടോ? അങ്ങനെ വിടുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഞാൻ വെച്ച് ഇവിടെയെങ്കിലും ഉണ്ടാകില്ല. എന്തിനാ? അവിടത്തെ നാട് പുത്തനാശുണ്ടാക്കി വരണം, അല്ലേ? അപ്പോൾ മനുഷ്യന്റെ ചോദ്യത്തിൽ ഒന്നാമത്തെ സ്വപ്നത്തെ പിശാച് കയറി പിടിച്ചു. ഈശ്വര ദൈവം പറഞ്ഞു, അവന്റെ സമ്പത്തിന് കൈവച്ചോ, പക്ഷെ അവന്റെ ആരോഗ്യത്തിന് മേൽ കൈവയ്ക്കാൻ പാടില്ല. പിശാചിന്റെ ജോബിന്റെ സമ്പത്തിന് മേൽ കൈവച്ച് വൈകി വെച്ചിരിക്കുന്നു. അവന്റെ ആടുമാടുകളെല്ലാം ചത്തൊടുങ്ങി. ജോബിന്റെ രണ്ടാമത്തെ ഗ്രാഫിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് താഴേക്ക് പോവുക. സാമ്പത്തികമായി അവൻ 0 ആയി. ഇവിടെയുള്ള സമ്പത്തുണ്ടായിട്ട് നേരെ താഴേക്ക് പോയവർ ഇതുപോലെ സാമ്പത്തിക തകർച്ച. അപ്പോൾ ജോബ് ദൈവം തന്നു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അവൻ തിരിച്ചു വന്നു. പിശാച് തിരിച്ചു വന്നു. ദൈവം സാമ്പത്തിക കച്ചവടത്തിലെ കൊടുത്തു. ജോബ് എങ്ങനെയോ അവന് വീണ്ടും സമ്പത്തുണ്ടാകുമെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ദൈവം ഇനി എന്ത് പകർച്ച ഞാൻ കൊടുക്കേണ്ടത്? പറഞ്ഞു, അവന്റെ മക്കളുടെ മേൽ കൈവയ്ക്കാൻ എന്നെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രണ്ടാമത്തെ സ്വപ്നം മക്കളാണ്. ഈ ലോകത്ത് നമ്മുടെ ഒന്നാമത്തെ സ്വപ്നം പണം, രണ്ടാമത്തെ സ്വപ്നം മക്കൾ. മാതാപിതാക്കൾ, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് ഈ തേയിലത്തോട്ടത്തിൽ ഈ നാട്ടിലൊക്കെ അധ്വാനിക്കുന്നേ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. അവിടെ ഇരിക്കുന്ന യൂത്തും പെടലെന്ന് മനസ്സിലാക്കി നന്നായിരുന്നു, അല്ലേ? പണം ഉണ്ടാക്കേണ്ട ആർക്കും വേണ്ടി? മക്കൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ലേ? സോറി, അപ്പൊ അതെന്റെ കുഴപ്പമില്ല, അല്ലേ? എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ കുറച്ച് ഓടി നടക്കുന്നുണ്ടായില്ല. ആ കൊച്ചിന്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ആരും കഴിക്കും, നല്ല കാര്യത്തിന് വേണ്ടിയാ. അത് പിന്നെ കൊച്ചുകളുടെ മുമ്പിലേക്ക് ഓടി വന്നില്ല. കൊച്ചുകൾ ഇവിടെ അതിന് പിടിച്ചിരിക്കും, അല്ലേ? അതിന്റെ അമ്മ എവിടെ ഉണ്ടോ? കൈപ്പൊക്കാവോ? അമ്മയുടെ ഇങ്ങനെ കൈ പൊക്കിക്കേ. ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന ആളൊന്ന് കൈ പൊക്കിക്കേ. ശരി, എന്തൊരു കഷ്ടമാണ്. കൊച്ചിന് അമ്മയാണത്. വയ്യമ്മ വയ്യുന്ന. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ പറയുന്നത് അനുസരിക്കുമോ? അനുസരിക്കും. ഇരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ? കേട്ടോ? കേട്ടെങ്കിൽ കേട്ടല്ലോ? കേട്ടു. അപ്പൊ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ശിക്ഷ കൊടുക്കും. ഓക്കെ, അത് മകന്റെ കൊച്ചായിരിക്കും, അല്ലേ? മകളുടെ കൊച്ച്. ഒരു കാര്യം ചെയ്യാവോ? ആ കൊച്ചോട് കൂടി നടക്കുക, കുസൃതി കാട്ടുക. അമ്മ അതിനെടുത്തങ്ങ് പൊക്കിയങ്ങ് പിടിക്കുക. ഇത് നിലത്ത് 4 അടി. എന്താ ചെയ്യും? എന്നെ അനുസരിക്കാന്നല്ലേ പറഞ്ഞു? നിങ്ങൾ പറ സിസ്റ്ററെ, എന്നെ അനുസരിക്കാന്നല്ലേ പറഞ്ഞു? അനുസരിച്ചിട്ട് ശിക്ഷ കൊടുക്കുന്നല്ലേ പറഞ്ഞു? ആ അമ്മ കൊച്ചിനെ അടിക്കില്ല. അമ്മ കൊച്ചിനെ അടിച്ച ആ അമ്മയുടെ മകനടിക്കും. മകളടിക്കുന്നുണ്ട്, അമ്മേനെ ഞാനടിക്കും.
ഇത് അച്ഛന്റെ കൊച്ചല്ല, ഇത് എന്റെ മകളുടെ കൊച്ച. ആ വല്യമ്മയ്ക്ക് ആ കൊച്ചു വലുതാ. ഇതുപോലെ ജോബിന്റെ രണ്ടാമത്തെ സ്വപ്നം മക്കള് അവിടെ കയറി പിടിച്ച് ദൈവം മക്കളുടെ കൈവച്ച, പക്ഷേ ആരോഗ്യത്തിന് കൈവയ്ക്കാൻ പാടില്ല. സഹോദരങ്ങളെ, സാത്താനെ കൈവച്ചു, മക്കളൊക്കെ മരിച്ചു, 10 മരിച്ചു. ജോബിന്റെ ജീവിതത്തില് മക്കൾ ആൾബലം നഷ്ടപ്പെട്ടു. പിന്നെ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ജോബിന്റെ ഭാര്യ ജോബിനെ തള്ളിപ്പറയുന്ന വിട്ടുപോകുന്നു, ജോബിന്റെ സഹോദരങ്ങൾ വിട്ടുപോകുന്നു, ജോബിന്റെ കൂട്ടുകാരൻ മുൻപരിചയക്കാരൻ വിട്ടുപോകുന്നു. ജോബിന്റെ രണ്ടാമത്തെ ഗ്രാഫിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ആൾബലം നഷ്ടപ്പെട്ടു. ഇവിടെയുള്ള പ്രിയപ്പെട്ട വ്യക്തികൾ, മരിച്ചതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്ന വ്യക്തികൾ, ഇവിടെയുള്ള ജീവിതത്തിലെ തകർച്ചകളിൽ പ്രിയപ്പെട്ടവർ സഹായിക്കും, അതിൽ പ്രിയപ്പെട്ടവർ കൂട്ടിനുണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് ഈ പ്രിയപ്പെട്ടവരെ തിരിച്ചു നോക്കാതെ പുച്ഛിക്കുന്ന, അതുപോലെ വേദനിക്കുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. പിശാച് വന്നു, മക്കളൊക്കെ മരിച്ചവരെയും ചോദിച്ചു, മരിച്ചു, എങ്ങനെയുണ്ട്? ഓ, അവന് വീട്ടിൽ വെച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? ദൈവം ചോദിച്ചു, ഇനി എന്ത് സഹനം കൊടുക്കണം? പറഞ്ഞു, അവന്റെ ആരോഗ്യത്തിന് കൈവയ്ക്കാൻ എന്നെ അനുവദിക്കുക. ആരോഗ്യത്തിന് കൈവയ്ക്കാൻ എന്നെ അനുവദിക്കാൻ. ഇതുവരെ ജോബിന്റെ മൂന്നാമത്തെ സ്വപ്നത്തെ പിശാച് കൽപ്പിച്ചു. ഏത് മനുഷ്യന്റെയും ജീവിതത്തിലെ ഒന്നാമത്തെ സ്വപ്നം പണം, രണ്ടാമത്തെ സ്വപ്നം മക്കൾ, മൂന്നാമത്തെ സ്വപ്നം ആരോഗ്യം. അതുകൊണ്ട് ചേട്ടൻ ഭാര്യ കണ്ണുകുട്ടിക്ക് 1 കൊടുത്തു, രണ്ടാമത് കൊടുത്താൽ ചേച്ചി പ്രൈസ്തലോടെന്ന് പറയുമോ? ഇല്ല. കണ്ട ചേട്ടൻ എവിടെയുണ്ടായിരുന്നു വന്നിട്ടുണ്ട്, ഭാഗ്യവതി. രണ്ടാമത് കൈ കൊടുക്കാൻ ചേട്ടൻ എന്തായി? 1 അടിച്ചു. ഇനി ചേട്ടൻ എന്നെ അടിച്ചാൽ നീ എന്നാ കാണിക്കും? ചേട്ടൻ അടിക്കും. അപ്പൊ ഞാൻ കാണിച്ച എന്തോ വാങ്ങുന്ന, നീ എന്നാ കാണിക്കും? ചേട്ടൻ അടിക്ക്. അപ്പൊ ഞാൻ കാണിക്കുക. ഞാൻ പറയുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? ഒട്ടുക്ക് കണ്ണു കുട്ടിക്ക്. ചേട്ടൻ എന്ത് ചെയ്യും? അല്പം ചേട്ടൻ്റെ ഹൈറ്റ് കുറവായി ഹൈ ജൂബി ആയി ചേട്ടൻ്റെ കണ്ണു കുട്ടിക്ക് അടിക്കുക. കാരണം എന്താ? ചേച്ചി ശരീരം വലുതാണ്. കണ്ടോ? ജോബിന്റെ മൂന്നാമത്തെ സ്വപ്നം അവന്റെ ആരോഗ്യമാണ്. ദൈവം അവന്റെ ആരോഗ്യത്തിന് കൈവച്ച, പക്ഷെ ജീവിതത്തിന് കൈവയ്ക്കുന്നതിന് കഴിവാകില്ല. ഈ പിശാചുകൾ ജോബിന്റെ ശരീരത്തിന് കൈവയ്ക്കുന്ന ഒറ്റപ്പെടലായി. ജോബിന്റെ രണ്ടാമത്തെ ഗ്രാഫിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, ആരോഗ്യത്തിന്റെ മേഖല 0 ആയി. രണ്ടാമത്തെ ഗ്രാഫ് നേരെ 0യിലേക്ക് തലകുത്തി വീണു. ശ്രദ്ധിച്ചേ, ഈ 3 തകർച്ചകൾ ജോബിന്റെ ജീവിതത്തിലുണ്ടായപ്പോൾ ജോബ് ഒളിച്ചോടിയില്ല, ജോബ് ആത്മഹത്യ ചെയ്യാൻ കയറെടുത്തില്ല, ജോബ് ആത്മഹത്യ ചെയ്യാൻ വിഷമുക്തി കൈയെടുത്തില്ല, ജോബ് ഒരു മന്ത്രവാദി പുറത്തേക്ക് പോയില്ല, ജോബ് മന്ത്രച്ചെറി ജപിച്ച് കെട്ടിയില്ല, ജോബ് ഒരു മദ്യശാലയിലും പോയി ഈ തകർച്ചയിൽ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ജോബ് മദ്യപിച്ചില്ല. ഈ 3 തകർച്ചകൾ ജോബിന്റെ ജീവിതത്തിന് അവസാനമായിരുന്നുവെങ്കിൽ ജോബിന്റെ പുസ്തകം 2 അധ്യായം കൊണ്ട് തീരുമാനിയിരുന്നു. ജോബിന്റെ പുസ്തകം 42 അധ്യായങ്ങളുണ്ട്. 42-ാം അധ്യായത്തിൽ 17 വചനങ്ങളുണ്ട്. സഹോദരനെ ശ്രദ്ധിക്കുക, ഈ ജോബിന്റെ അവസ്ഥയാണ് നമ്മുടെ. ഒന്നാമത്തെ ഗ്രാമം മൂലയില്, രണ്ടാമത്തെ ഗ്രാമം തലകുത്തി കിടന്നു. ഇന്നിവിടെ ഇതുപോലെ വേദനിക്കുന്നവരുണ്ട്, സാമ്പത്തിക തകർച്ചയുള്ളവരുണ്ട്, പ്രിയപ്പെട്ടവർ മരിച്ചു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നില്ല, പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നില്ല, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരൊക്കെ തള്ളി പറഞ്ഞു. അതുപോലെ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയായി. സഹോദരങ്ങളെ,
ഇതിനുള്ള മറുപടി അച്ഛൻ തരാൻ പോകുന്നത് ശ്രദ്ധിച്ചു. 3 തകർച്ചകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന്റെ പുസ്തകത്തിൽ 2 അധ്യായമുണ്ട്. ഇതിന് 42 അധ്യായമുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി 3ാമത്തെ ഗ്രാഫ് ചോദ്യന്റെ ജീവിതത്തിലുണ്ട്. ആ 3ാമത്തെ ഗ്രാഫിൽ അവസാനം വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് മറുപടി സാമ്പത്തിക തകർച്ചയിൽ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവർ മരിച്ചു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ സ്നേഹം തരുന്നതിന് എന്ത് ചെയ്യണം? ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയായി എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യ ദിവസത്തെ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമാണ്. സാമ്പത്തിക തകർച്ചയെടുത്ത് ഉദാഹരണമായി ഈ കഴിഞ്ഞ ജനുവരി 2025 ജനുവരി 19-ാം തീയതി ഞാൻ കോയമ്പത്തൂരിലെ ധ്യാന ഇല്ലത്തിൽ 9 വർഷം ഉണ്ടായിരുന്നു. ഡയറക്ടറായി അവിടെ ട്രാൻസ്ഫറായി പോന്നു. എല്ലാ വർഷവും ജനുവരി 12-16 കൺവെൻഷൻ, പൊങ്കൽ ഹോളിഡേയ്സ്. എന്നാൽ കഴിഞ്ഞ ഈ വർഷം അവര് തീയതി വെച്ച് 15-19. അപ്പം എൻ്റെ പ്രസംഗത്തിൽ വിളിച്ച അവസാന ദിവസമാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലാസ്. അപ്പോൾ 5 ദിവസത്തെ ആണെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് 3ാം ദിവസം വൈകുന്നേരം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ റിസപ്ഷൻ കൗണ്ടറിൽ എൻക്വയറി ഓഫീസിൽ നിന്ന് അഡ്വൈസ് ചേച്ചി എന്നെ വിളിച്ചു. അച്ഛൻ കൺവെൻഷൻ വരുന്നില്ലേ? അച്ഛൻ്റെ തലയൊക്കെ ഫ്ലെക്സിൽ ഉണ്ടല്ലോ. നമുക്ക് വരുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ. എല്ലാവരും അച്ഛനെ അന്വേഷിക്കുന്നു. ബൈക്കിലച്ഛൻ വന്നില്ലേ? കാരണം അവർക്ക് എന്നെ അറിയുള്ളൂ. ഞാൻ എൻ്റെ അവസാന ദിവസമാണ് 2 മിനിറ്റ് എന്നെ ശുശ്രൂഷയാണ്. അച്ഛൻ വരുമ്പോൾ ഒരു വീട് പോയി ബ്ലസ് ചെയ്ത് കൊടുക്കണം. ചേച്ചി എനിക്ക് സമയമില്ല, ഞാൻ ഇവൻ്റെ ക്ലാസ്സിൽ ഞാൻ ഓടി വരുന്നവരെ സമയത്തെത്തുള്ളൂ. ക്ലാസ്സിൽ ഉടനെ എനിക്ക് തിരിച്ചു പോകണം. എൻ്റെ ഇടവകയിൽ തിരുനാളാണ്. അപ്പം ഞാനാണ് അവിടെ വൈകുന്നേരത്തെ പ്രദർശനം അതിൽ ലീഡ് ചെയ്യുന്നത്. എന്നാണ് വികാനേശൻ പറഞ്ഞേക്കണം. അവസാനത്തെ വാഴവൊക്കെ നടത്തുക. അവിടെ എനിക്ക് സമയമുണ്ട്. അച്ഛനെ പറയരുത്. അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവര്. അച്ഛനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് അവര്. ഞാൻ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അന്വേഷിച്ചു. അച്ഛനടുത്ത് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വരില്ലേ? പേര് പറയാൻ പറഞ്ഞു. ആറുമുഖൻ മേഖല. പെട്ടെന്ന് ഓർത്തു അവരിനി മറക്കാൻ പറ്റാത്തവര്. കാരണം ഒരു ദിവസം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്ന് വരുമ്പോൾ ഗതിയാണ്, ഒരു ഓട്ടോയാണ് ഉള്ളത് മാതാവ്. അവിടെ വന്ധ്യേരി പ്രാർത്ഥിക്കാൻ ഞാൻ ചെയ്യുക. ഞാൻ പാൻറ് ഷർട്ട് ഇട്ടേക്കണേ. ഞാൻ അവിടെ ചെയ്യുമ്പോൾ ചെറുപ്പക്കാരായ ഒരു പുരുഷനും സ്ത്രീ അവിടെ ഇരുന്ന് വാവിട്ട് കരയുന്നു. എന്തോ ഒരു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് തമിഴിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? എന്തിവിടെ വന്നിരുന്ന് കരയണേ? എന്താ നിങ്ങളുടെ പ്രശ്നം? പറഞ്ഞു, ഞാൻ ആറുമുഖൻ, ഇവിടെ മേഖല, ഞങ്ങൾ ഹൈന്ദവരാണ്. ഈ ധ്യാനകത്തിന് കുറച്ച് അകലത്തിൽ താമസിക്കുന്നവരാണ്. ഇവിടെ വന്നിരുന്ന് കരയാൻ കാരണം എന്താ? ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 7 വർഷമായി കുഞ്ഞുങ്ങളില്ല. ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരം ഹൈന്ദവരാണ്. ആചാരപ്രകാരം ഞങ്ങൾ പൂജയൊക്കെ നടത്തി കുഞ്ഞിനെ കിട്ടിയില്ല. മന്ത്രവാദ കുളത്തിൽ നടത്തിയ കുഞ്ഞിനെ കിട്ടിയില്ല. മന്ത്രശേരസൊക്കെ വെച്ച് കെട്ടി നടന്ന് കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു റീത്ത ചേച്ചി, ഞങ്ങൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ 7 വർഷമായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ പ്രാർത്ഥനയും നടത്തി വല്ല കാര്യങ്ങളായില്ല. ഒരു കാര്യം ചെയ്യും, ഇവിടെ ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ഒരു ആന്റണി അച്ഛനുണ്ട്. അച്ഛനെ പോയി കാണുക, അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയുക. അച്ഛൻ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും. എന്നിട്ട് പറഞ്ഞു തന്നായിരുന്നു, നിങ്ങളൊക്കെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്ന് ഒരു ഗിരി കാണും, ഒരു ഓട്ടോ കാണും. അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട്. മാതാവിനെ കുറിച്ച് പറഞ്ഞത് അവർക്ക് അറിയില്ല. ഒരു അമ്മ ഇരിപ്പുണ്ട്. ആ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ വേദന പറയണം. എന്നിട്ട് അച്ഛനെ പോയി കാണും. അമ്മയെ കണ്ടിട്ടേ പോകാവും. പേരോട് പറയുക, ഞങ്ങൾ ഇവിടെ വന്ന് ഈ അമ്മയോട് ഞങ്ങളുടെ വിഷമം പറയുന്നത് ഇല്ലാത്ത കാര്യം. എൻ്റെ ഇവിടെ അച്ഛനെ കാണാൻ ഈ ആന്റണി ബൈക്കിൽ നിന്ന് അച്ഛൻ അവിടെ ഇടുമെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ ഞാൻ തന്നെ കഴിച്ചു. നിങ്ങളുടെ വീട്? അച്ഛൻ ഞങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. 1 സെന്റ് ഭൂമി ഞങ്ങൾക്കില്ല.
ഇവിടെ അടുത്തൊരു സമ്പന്നന്റെ ചെറ്റക്കുടിയിലാണ് ഈ ഷെഡ് പോലത്തെ അവിടെ ഞങ്ങൾ താമസിക്കുന്നത്. അതായത് ജോലി ഇവിടെ ശാന്തി ഗേൾസ് കമ്പനിക്കാരുണ്ടല്ലോ, അവര് ഒരു ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. രാവിലത്തെ ഫുഡിന് 10 രൂപ വയറ് നിറച്ച് കഴിക്കാം. ഉച്ചത്തെ ഫുഡിന് പായസത്തോട് ചേർത്ത് 25 രൂപ ഇഷ്ടംപോലെ കഴിക്കാം. പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഇങ്ങനെയൊക്കെ പരോപകാരം ചെയ്യുന്ന ക്യാൻറ്റീനിൽ മേശ തുടയ്ക്കുക, ഇരയെടുത്ത് കളയുക, ഗ്ലാസ് കഴുകി വയ്ക്കുക, ഈ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. തുച്ഛമായ വരുമാനം. ഞങ്ങളുടെ കുടുംബത്തിൽ പട്ടിണിയാണ്. ഞങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, പട്ടിണിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇവിടെ വന്ന് ഈ അമ്മയോട് പ്രാർത്ഥിക്കുന്ന നല്ല കാര്യം, പക്ഷെ അമ്മയെക്കാളും വലിയ ഒരാൾ ഇവിടെ ഇരിക്കൊണ്ടെന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു. അവർക്കറിയാം ഹിന്ദുക്കളുണ്ട്. ഞാൻ ആ കാണുന്ന വലിയ ഹാളിൽ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. അതിൽ ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് ജീസസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഈ അമ്മ പ്രസവിച്ച മകനാണ്. നിങ്ങൾ ആ മകൻ്റെ അടുക്കൽ പോയി കരയണം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മകൻ്റെ അടുത്ത് മാധ്യസ്ഥമായി, പക്ഷെ അനുഗ്രഹം തരുന്ന മകനാണ്. അവിടെ പോയി കരയണം. എല്ലാ വിചാരിച്ച ശുശ്രൂഷകൾ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുക. ആ മകൻ്റെ അടുത്ത് അമ്മയുടെ അടുക്കലും. എന്നിട്ട് ഈ സാമ്പത്തിക തകർച്ചയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് എൻ്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് പോയി ഒരു വലിയ ബൈബിൾ കൊടുത്തു. ആ ബൈബിളിൽ നിന്ന് ചില വചനങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സാമ്പത്തിക തകർച്ചയിൽ എന്ത് ചെയ്യണമെന്ന്. അവരുടെ സാമ്പത്തിക തകർച്ചയിൽ കുഞ്ഞില്ല, 1 സെന്റ് ഭൂമിയിൽ ഒരു വീടില്ല, കുഞ്ഞില്ല. സഹോദരങ്ങളുടെ സാമ്പത്തിക തകർച്ചയുള്ളവരെ ഈ വചനങ്ങൾ മറക്കരുത്. പറ്റുമെങ്കിൽ അത് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഇവിടെ റെക്കോർഡിങ്ങിട്ട് തോന്നുന്നു ഉണ്ടെങ്കിൽ അത് പിന്നീട് വാങ്ങി നിങ്ങൾ ആ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ തിരുവചനം വായിച്ചു. തോബിത്ത് 4:21. ശ്രദ്ധിച്ച്, മകനെ, നമ്മൾ കരുത്തരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട നിനക്ക് ദൈവഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തെ വിട്ട് ജീവിക്കുകയും ദൈവത്തിന് പ്രതികരമായത് പ്രവർത്തിക്കുകയും ചെയ്താൽ നീ വലിയ സമ്പന്നനാകും. കേട്ടോ, സാമ്പത്തിക തകർച്ചയോടെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും തമ്പുരാൻ പറയുന്നു, മകനെ, മകളെ, നീ ദരിദ്രനായി തീർന്നതിന് നിനക്ക് ആദ്യം വേണ്ട. നീ 3 കാര്യങ്ങൾ ചെയ്യ്. 1, ദൈവത്തോടുള്ള ഭക്തി കുറവ് വരരുത്. നീ ദൈവത്തെ വിട്ട് പോകരുത്. ദൈവത്തെ തന്നെ മുറുകെ പിടിക്കണം. നിനക്ക് ദൈവത്തിൽ ഭക്തി ഉണ്ടായിരിക്കണം. 2, നീ പാപത്തെ വിട്ട് ജീവിക്കണം. ഒളിച്ചോടാനോ, ആത്മഹത്യ ചെയ്യാനോ, മന്ത്രവാദം ചെയ്യാനോ, മന്ത്രശാലകൾ ജപിച്ചു കെട്ടാനോ, മദ്യശാലകൾ മദ്യപിക്കാനല്ല പറഞ്ഞത്. ഈ പാപ പ്രവൃത്തികൾക്ക് ഉപേക്ഷിക്കണം. 3, ദൈവത്തിന് പ്രതികരമായത് നീ എന്ത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ചെയ്ത് നീ ജീവിച്ചാൽ നീ സമ്പന്നനാകുന്നത്. സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1 പോരാ, സങ്കീർത്തനം 47. വീണ്ടും ജോബിന്റെ പുസ്തകം 34-ാം അധ്യായം 28-ാം തിരുവചനം. ജോബ് 34:28. ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നദ്ധിയിൽ എത്തുന്നതിന് അവിടുത്തെ ഇടയാക്കി. ആ പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രമിക്കുകയും ചെയ്തു. കണ്ടോ, ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സ്ഥലം എത്തുന്നതിന് അവിടുന്ന് ഇടയാക്കി. ഈ തമ്പുരാനെ യേശുവേ എന്ന് വിളിക്കാൻ. എന്നിട്ടോ പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രമിക്കുകയും ചെയ്തു. നിന്റെ സാമ്പത്തിക തകർച്ചയിൽ നീ യേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. Esi 59:1 രക്ഷിക്കാൻ കഴിയാവുന്ന കർത്താവിന്റെ കരം ഒരുങ്ങി പോയിട്ടില്ല. കേൾക്കാനാവാത്ത അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല.
കരച്ചിൽ അവിടുന്ന് ശ്രമിക്കുന്നു. വീണ്ടും തമ്പുരാന്റെ വചനം സങ്കീർത്തനം 69:33. സങ്കീർത്തനം 69:33. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. നിന്നോട് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വീണ്ടും സങ്കീർത്തനം 72:12. സങ്കീർത്തനം 72:12. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായരായ ദരിദ്രരെയും കണ്ട് നിലവിളിക്കുന്ന പാവപ്പെട്ടവനെ ഒന്നും ചെയ്യാൻ പറ്റാതെ കഞ്ഞിക്ക് പോല വകയില്ലാതെ നിസ്സഹായരായ ദരിദ്രരെ കർത്താവ് മോചിപ്പിക്കും. വീണ്ടും തമ്പുരാന്റെ വചനം സങ്കീർത്തനം 40:17. 40:17. ഞാനോ ഏഴ് എളിയവൻ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. കണ്ടോ, എങ്കിലും കർത്താവിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ പറയുന്നു, നിന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്റെ ദൈവം കൈവിട്ടിട്ടില്ല. ഇനി എന്താ പറയുക? സമ്പത്തുള്ളപ്പോൾ ദൈവന്റെ കൂടെയുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ് പള്ളിയിലുള്ളത്. സാമ്പത്തിക തകർച്ച വരുമ്പോൾ കർത്താവിനോട് സ്നേഹമില്ല, കർത്താവിന്റെ കൂടെയില്ല, കർത്താവ് സ്നേഹമല്ല. നമ്മൾ പറയുന്നതാ എന്താ വചനം? ഞാൻ ദരിദ്രനും പാവപ്പെട്ടെങ്കിൽ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. നിന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നെ കുറിച്ച് കരുതലുള്ള വേറൊരു ദൈവമില്ല. സങ്കീർത്തനം 47:1. അങ്ങ് എന്റെ സഹായകൻ വിമോചനം. ഒരു വചനം സാമ്പത്തിക തകർച്ച. പ്രഭാഷകൻ 11:21. സിറാത്ത് 11:21. കണ്ട് വിയപ്പടയാതെ ആണ്ടവരിடம் നമ്പിക്കൈക്കൊള്ളും. കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. വായിച്ചു. உன் உழைப்பில் நிலைத்திரு, நொடிப்பொழுதில் ஏழையை திடீரென்று செல்வராய். കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി, ഒരു ഞൊടിയുടെ മതി. അച്ഛൻ പറയുന്നതല്ല, സമ്പൂർണ്ണ ബൈബിൾ അവർക്ക് കൊടുത്തു. ഇത് തുറന്ന് വായിക്കാൻ അവർക്കറിയില്ല. പ്രഭാഷകർ അവർക്കറിയും പ്രഭാഷകൻ എവിടെയാണ്. നമുക്ക് തന്നെ അറിയില്ല. ചിലവിടെ എടുക്കാൻ ഉൽപ്പത്തിയോടെ മറക്കണ വേണം. എത്ര പുസ്തകമുണ്ട് ബൈബിളിൽ അറിയോ? സിസ്റ്റേഴ്സ് പറയും ചുപ്പരയോ 71 73. ആരാധനോട് പറഞ്ഞു അറിയാം. എന്താ അതെ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ. സിസ്റ്റർ തയ്യാറാക്കി കൊടുത്തത്. മദറെ ഇത് വേണം കേട്ടോ മദറെ. ഓക്കെ ഇടിക്കരുത്. ഓക്കെ 73. സങ്കീർത്തനം 47:1. 73. അതോ ഈ 73 പുസ്തകങ്ങൾക്ക് അറിയാം, മറക്കാൻ ആൾക്കാർക്ക് അറിയില്ല. നമുക്ക് തന്നെ അറിയില്ല മറക്കാനായിട്ട്. ഉൽപ്പത്തി പറഞ്ഞാൽ വെളിപാടുകൾ വരെ തേടി നോക്കി വെറുതെ ഈ ഉൽപ്പത്തി എന്ന്. ഉൽപ്പത്തി ആദ്യം കിടപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ അടിവരയിട്ട് പേജ് ഇങ്ങനെ അടയാളം വെച്ചു കൊടുത്തു. ഞാൻ പിന്നെ ട്രാൻസ്ഫർ നാട്ടിൽ പോന്നു. അവരിലാണ് വിജയിച്ചു കൊടുക്കാൻ പറഞ്ഞേക്കുന്നോട്. അപ്പോൾ എനിക്കവരറിയാം ചേച്ചി, പാവപ്പെട്ട മനുഷ്യർ, ഞാനിവിടെ പോയിക്കൊള്ളാം. ഒരു 12 മണിക്ക് ധ്യാനത്തിൻ്റെ അടുത്തുള്ള ടോൾ ബൂത്തിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാനവിടെ 12 മണിക്ക് വന്നിരിക്കും. 11:55 ഞാനിവിടെ എത്തി. ഈ 6 മുഖത്തെ മേഖലയും ചികിത്സിച്ച് അവിടെയും. അവർ മുൻപിൽ ഒരു വണ്ടി, ആദ്യം ഒരു വണ്ടിയിൽ പോയി, ഞാൻ പിന്നാലെയും പോയി. ആ വീട്ടിൽ ഗേറ്റ് ചെന്ന് ഇറങ്ങിയപ്പോൾ എന്നെ അമ്പരിപ്പിച്ചൊരു കാഴ്ചയാണ്. 5 സെന്റ് ഭൂമി, നല്ലൊരു കോമ്പൗണ്ട് വാള്, നല്ലൊരു വീട്, 3 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്. അതെല്ലാം വെച്ചിരിച്ചു കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിൽ 2 മക്കളെയും കണ്ടു. വേറെ വിരുന്നാരൊക്കെ ഉണ്ട്. 2 പിള്ളേരിങ്ങനെ വെഞ്ചിരിക്കുമ്പോൾ പിന്നാലെ നടക്കുന്നുണ്ട്. ഞാൻ ശിവാരിയാണ്, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ 6 മുക്കാൻ പറഞ്ഞു.
പ്രിയമുള്ളവർ 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് തമ്പരാൻ അവർക്ക് എല്ലാം രചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആർക്കൊക്കെ ഈ വീടും ഈ സ്ഥലവും വാങ്ങി വീട് വയ്ക്കാനായിട്ട് എത്ര ലക്ഷം ബാങ്കിലോൺ എടുത്തെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 1 രൂപ ലോൺ എടുക്കേണ്ടി വന്നില്ല. എന്താ പട്ടിണിയില്ലായിരുന്നു? ഇന്നെനിക്ക് പട്ടിണിയില്ല സാർ, ഇന്നെനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷെ നിന്റെ ജോലി എന്താ? അവൻ പറയാം, അച്ഛാ ഈ കോയമ്പത്തൂരിൽ പല കമ്പനികളിലും പല കോളേജിലും പല സ്കൂളുകളിലും രാവിലെ 10:00 കാപ്പിയും ചെറുകടിയും കൊണ്ടുപോയി കൊടുക്കും. ഞാൻ 3:30 വൈകുന്നേരം കൊണ്ടുപോയി കൊടുക്കും. രാവിലെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും, രാത്രി 12 വരെ പണിയച്ച ഞാനും ഭാര്യയൊക്കെ ചെയ്യുന്നത്. ഇന്നെനിക്ക് പട്ടിണിയില്ല, ഒരു ബാങ്കിലും എനിക്ക് കുറവില്ല, ബാലൻസ് ബാങ്കിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നാമമുഖനല്ല, ഞാൻ മേഖലയല്ല, പിന്നെ ഒട്ടിപ്പുത്തൂർ പള്ളിയിൽ ഞാൻ മാമോദിസ സ്വീകരിച്ചു. എൻ്റെ പേര് ജോസഫ്, ഭാര്യയുടെ പേര് നാൻസി, 2 മക്കളും മാമോദിസ സ്വീകരിച്ചു. സാമ്പത്തിക തകർച്ചയിൽ ആത്മഹത്യ ചെയ്യേണ്ടവരല്ല നമ്മൾ. സാമ്പത്തിക തകർച്ചയിൽ ഒളിച്ചോടേണ്ടവരല്ല. സാമ്പത്തിക തകർച്ചയിൽ ആത്മഹത്യക്ക് കയറെടുക്കേണ്ടവരല്ല. ആത്മഹത്യ ചെയ്യാൻ വിഷമൊക്കെ എടുക്കേണ്ടവരല്ല. മന്ത്രവാദി കുളത്തുകാരി സമീപിക്കേണ്ടവരല്ല. മന്ത്രച്ചെറിയ എഴുസി കെട്ടേണ്ടവരല്ല. ഒരു മതിശാലയിൽ കയറിപ്പോയി ആശ്വാസം കണ്ടെത്തേണ്ടവരല്ല. നിനക്ക് വരാൻ ഒരേ ഒരു സ്ഥലം, അത് തമ്പുരാന്റെ ആലയത്തിലാണ്. നിന്നെ സമ്പന്നനാക്കാൻ ഒരു ഞൊടിയുടെ സമയം മതിയിരിക്കുക. കിട്ടിയിലെ സാമ്പത്തിക തകർച്ചയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് മറുപടി? ഒന്ന് ഹല്ലേലൂയ പറയോ, സ്വരമുയർത്തി പറയോ, സ്വരമുയർത്തി പറയോ. ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത തകർച്ച, പ്രിയപ്പെട്ടവർ മരിച്ചു. ജോലിന്റെ തകർച്ച, മക്കൾ മരിച്ചു, പ്രിയപ്പെട്ടവർ തള്ളിപ്പറഞ്ഞു, പ്രിയപ്പെട്ടവർ വിട്ടുപോയി. ജോലിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വചനം. அப்பொழுது அவரின் மனைவி அவரிடம், இன்னுமா மாசின் மேல் நிலைத்திருக்கிற கடவுளை பழித்து மடிவதுதானே என்றார். ശ്രദ്ധിച്ചേ, ഈ 3 തകർച്ചകളിൽ ജോബ് ചിന്തിച്ചു കാണും, എന്റെ ഭാര്യ എന്റെ കൂടെ നിൽക്കും, എന്റെ ഭാര്യ എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ അടുത്തുണ്ടാകും. ഈ ജോബ് 3 തകർച്ചകളിലും സഹോദരങ്ങളെ ഒരു 1 വർഷമെടുത്ത് ഈ ചൊറി വരട്ടി ചൊറി ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്ന് ഉപദേശിക്കുക, മനുഷ്യ താനിപ്പോൾ ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ ശപിച്ചു തള്ളി ആത്മഹത്യ ചെയ്യണം. വേദനിക്കുന്ന ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ അവനെ പരിഹസിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ഉപദേശിച്ചു. മറുപടിയായിട്ട് അവൻ എന്താ പറഞ്ഞറിയോ? ജോബിന്റെ പുസ്തകം 2:10. ജോബ് 2:10. ஆனால் அவர் அவளிடம், நீ அறிவற்ற பெண் போல் பேசுகிறாய், നീ അറിവില്ലാത്ത ഒരു സ്ത്രീയെ പോലെ സംസാരിക്കുന്നു. நன்மையை கடவுளிடமிருந்து பெற்ற நாம் പെറ്റുകൊണ്ട നാം ஏன் தீமையை பெறக்கூடாது என்றார். இவை அனைத்திலும் யோபு தன் வாயால் பாவம் செய்யவில்லை. ദൈവകരങ്ങളിൽ നന്മകൾ സ്വീകരിച്ച നമ്മൾ തിന്മകൾ കിട്ടുമ്പോൾ അതും സ്വീകരിക്കേണ്ടതല്ലയോ? അതിന്റെ പേരിൽ ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. 25-26. ஏனெனில் என் மீட்பர் வாழ்கின்றார் என்றும் 26-27 என் தோல் இவ்வாறு அழுகப்பட்டபின் நான் சதையோடு இருக்கும் போதே கடவுளை காண்பேன். എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും മാംസം